ഞാനപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ എൻ്റെ കൂടെ ഉള്ളൊരു കൊളീഗിന് കിട്ടിയായിരുന്നു. അപ്പം ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓക്കെ അപ്പം CGL റിസൾട്ട് വന്നു എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ജസ്റ്റ് ഇങ്ങനെ എനിക്ക് റോൾ നമ്പർ അറിയായിരുന്നു എൻ്റെ CGLൻ്റെ. സോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ റിസൾട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ പേര് അവിടെ കണ്ടു. അതൊരു ഞാൻ എക്സ്പെക്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിലൊക്കെ പോകുന്നത് കൊണ്ട് ഞാൻ അധികം എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. പക്ഷെ ഭയങ്കര സന്തോഷമായ സമയം. അവള് കുട്ടിക്കാലം തൊട്ട് നല്ല മിടുക്കിയായിരുന്നു. എല്ലാ ക്ലാസ്സിലും നല്ല മാർക്ക് വാങ്ങി. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് എടുത്തൊരു തീരുമാനമാണ് എനിക്കൊരു ജോലി വേണം. അങ്ങനെയാണ് യൂട്യൂബ് കണ്ടിട്ട് പറഞ്ഞു എനിക്ക് SSC ഒന്ന് എഴുതണം. സന്തോഷമായിരുന്നു. അവസാന നിമിഷം 1 മാർക്ക് 2 മാർക്കിനൊക്കെ പോകുമായിരുന്നു. എന്നുവെച്ചാൽ ആ രീതിയിൽ നല്ല ഉറക്കമൊഴി നല്ല പഠിക്കുമായിരുന്നു. എൻ്റെ പേര് അശ്വതി എന്നാണ്. ഞാൻ 2022 ജൂൺ 8 ബാച്ച് റേസ് ബാച്ച് സ്റ്റുഡൻ്റ് ആണ്. എനിക്ക് ഈ വർഷത്തെ 2025 CGL അക്കൗണ്ടൻറ്റ് ഓർ ജൂനിയർ അക്കൗണ്ടൻറ്റ് ഇൻ കൺട്രോൾ ജനറൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ അക്കൗണ്ട്സിൽ കിട്ടിയിട്ടുണ്ട്. ഇതെൻ്റെ അച്ഛൻ്റെ പേര് സുധാകരൻ. അച്ഛൻ കോഓപ്പറേറ്റീവ് ബാങ്കിൽ റിട്ടയർഡ് ക്ലർക്കാണ്. ഇതെൻ്റെ അമ്മ ഷീജ, അമ്മ ഹൗസ് വൈഫാണ്. ഇതെൻ്റെ ചേച്ചിയുടെ 2 മക്കളാണ്, ട്വിൻസ് ആണ്. എൻ്റെ പേര് മിഹാർ ഹരി എന്നാണ്, മൽഹാർ ഹരി. ഞാൻ 2022 ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാനിങ്ങനെ എന്തിനി അടുത്ത് എന്ത് പ്രിപ്പയർ ചെയ്യണമെന്ന് ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ വെറുതെ നോക്കിയപ്പോഴാണ് റേസിനെ പറ്റിയിട്ട് അറിഞ്ഞത്. അങ്ങനെയാണ് ഞാൻ അങ്ങോട്ടേക്ക് വരുന്നതും. ആ സമയത്ത് എനിക്ക് SSCയെ പറ്റിയിട്ട് വലിയൊരു അതുണ്ടായിരുന്നില്ല. അവിടെ പോയി മെൻറ്റേഴ്സൊക്കെ ഇങ്ങനെയാണെന്ന് പറഞ്ഞു തന്നപ്പോഴാണ് SSCയെ പറ്റി എനിക്ക് ഫുള്ളൊരു ഐഡിയ കിട്ടിയത്. എനിക്ക് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ആയിരുന്നു കുറച്ചുകൂടി ഈസി ആയിട്ട്. കാരണം ഷോർട്ട് കട്ട്സ് മെൻറ്റർ എന്നെ ഷോർട്ട് കട്ട്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതുപോലെ അവിടെ ഇപ്പം ഒരു ദിവസം ഒരു പോർഷൻ എടുത്താൽ ഞാൻ വീട്ടിൽ വന്നിട്ട് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാറുണ്ടായിരുന്നു. സോ എനിക്ക് കോൺസ് ആണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് തോന്നിയത്. മോർണിംഗ് ബാച്ച് ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് ശേഷം ലൈബ്രറി നന്നായിട്ട് യൂസ് ചെയ്ത ഒരാളായിരുന്നു. അതെനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു റേസിലെ ലൈബ്രറി എന്ന് പറയുന്നത്. ഡെയിലി മോക്ക് അത് എടുക്കണം, എല്ലായിടത്തും എനിക്ക് പറയാം ഡെയിലി മോക്ക് എടുക്കണം. കാരണം ഞാൻ ആദ്യമായിട്ട് ഞാൻ CGL മോക്ക് എടുത്തപ്പോൾ എനിക്ക് 98 ആയിരുന്നു എൻ്റെ മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇപ്പം അങ്ങനെ ഓരോ ദിവസം എടുക്കുമ്പോഴും മാർക്ക് കൂടി ഒരു 150+ ആയിട്ട് എനിക്ക് എപ്പോഴും വന്നുകൊണ്ടിരുന്നു. സോ മോക്ക് തന്നെയാണ് ഹെൽപ്ഫുൾ ആയത്. നമുക്ക് നമ്മുടെ ലെവൽ എത്രയെന്ന് അറിയാൻ പറ്റും ഈ ലൈവ് മോക്കൊക്കെ എടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ 2022 പ്രിലിംസ് ക്ലിയർ ചെയ്തു. മെയിൻസ് നല്ല മാർക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ടൈപ്പിംഗ് ഞാൻ ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നില്ല. 2023 എടുത്താലും CGL ഞാൻ പ്രിലിംസ് 1 മാർക്കിന് എനിക്ക് ഡിസ്ക്വാളിഫൈ ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2024 പ്രിലിംസും മെയിൻസും ക്ലിയർ ചെയ്തു. പക്ഷേ അവിടെയും കുറച്ച് മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് എനിക്ക് പോയത് കമ്പ്യൂട്ടറിൽ. സോ 2025 ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. കാരണം മുന്നത്തെ വർഷമൊക്കെ ഞാനിങ്ങനെ കിട്ടുമെന്ന് എക്സ്പെക്ട് ചെയ്തിരുന്നു. ഞാനപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഗ്രൂപ്പിൽ ഇങ്ങനെ എൻ്റെ കൂടെ ഉള്ളൊരു കൊളീഗിന് കിട്ടിയായിരുന്നു. അപ്പം ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സേജ് വന്നുകൊണ്ടിരുന്നു. അപ്പം ഞാനിങ്ങനെ ഓക്കെ അപ്പം CGL റിസൾട്ട് വന്നു എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ജസ്റ്റ് ഇങ്ങനെ എനിക്ക് റോൾ നമ്പർ അറിയായിരുന്നു എൻ്റെ CGLൻ്റെ. സോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ റിസൾട്ട് ഇങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ പേര് അവിടെ കണ്ടു. അതൊരു ഞാൻ എക്സ്പെക്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഒരു മാർക്കിൻ്റെ വ്യത്യാസത്തിലൊക്കെ പോകുന്നത് കൊണ്ട് ഞാൻ അധികം എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. പക്ഷെ ഭയങ്കര സന്തോഷമായ സമയം. സന്തോഷമായിരുന്നു. പല ഘട്ടത്തിലും പിന്നെ അവസാന നിമിഷം 1 മാർക്ക് 2 മാർക്കിനൊക്കെ പോകുമായിരുന്നു. എങ്ങനെ ഇതിപ്പോൾ കിട്ടുന്ന സന്തോഷമായിരുന്നു. എന്നുവെച്ചാൽ ആ രീതിയിൽ നല്ല ഉറക്കമൊഴി നല്ല പഠിക്കുമായിരുന്നു. അവള് കുട്ടിക്കാലം തൊട്ട് നല്ല മിടുക്കിയായിരുന്നു. എല്ലാ ക്ലാസ്സിലും നല്ല മാർക്ക് വാങ്ങി. അങ്ങനെ 10th ഇതെല്ലാം കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് എടുത്തൊരു തീരുമാനമാണ് എനിക്കൊരു ജോലി വേണം. അങ്ങനെയാണ് യൂട്യൂബ് കണ്ടിട്ട് പറഞ്ഞ് ഇങ്ങനെ എനിക്ക് SSC ഒന്ന് എഴുതണം എന്ന് പറയാനും അതിനെക്കുറിച്ചൊക്കെ അറിയാനും അവിടെ പോവുകയും അവിടെ പോയിട്ട് തന്നെ വന്നു കഴിഞ്ഞാൽ രാവിലെ വീട്ടിൽ നിന്ന് പോയി വൈകുന്നേരമാണ് വീട്ടിലെത്തുന്നത്. 6 മണിയൊക്കെ ആവും. വന്നു കഴിഞ്ഞാലും നല്ല രീതിയിൽ രാത്രിയൊക്കെ നല്ല ഉറക്കമൊഴിച്ചിരുന്ന് അവൾ നല്ലവണ്ണം പഠിക്കുമായിരുന്നു. ആദ്യ CGL എഴുതിയ സമയത്ത് പ്രിലിംസും മെയിൻസും ഒക്കെ കിട്ടി. പക്ഷെ ടൈപ്പിംഗ് ആണ് പോയത്. അന്ന് വലിയ പ്രതീക്ഷയായിരുന്നു. എപ്പോഴും പറയുമായിരുന്നു എനിക്ക് ഏതെങ്കിലും ഒരു പോസ്റ്റ് കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ റിസൾട്ട് വന്ന് ഭയങ്കര സങ്കടമായിപ്പോയി. ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടമായിരുന്നു. കുട്ടിക്കാലം മുതലേ നല്ല മിടുക്കിയായിരുന്നു. എല്ലാ ക്ലാസ്സുകളിലും നല്ല മാർക്കൊക്കെ വാങ്ങി നല്ല പാസ്സായി. ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ എനിക്കൊരു ഇനി അടുത്ത് PGക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ഇനി PGക്ക് പോകുന്നില്ല, ഞാൻ ഡിഗ്രി കഴിഞ്ഞ് എനിക്കിനി എന്തായാലും ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ
SSCയെ കുറിച്ചൊക്കെ അറിയാനും റേസിനെ കുറിച്ചൊക്കെ യൂട്യൂബിലൊക്കെ കണ്ട് റേസിനെ കുറിച്ചൊക്കെ അറിയാനും അങ്ങനെ റേസിൽ പോയി ജോയിൻ ചെയ്ത് 5 മാസത്തോളം രാവിലെ ഇവിടെ നിന്ന് 6 മണിക്ക് പോയി കഴിഞ്ഞ് 8 മണിക്കുള്ള ക്ലാസ്സിൽ കയറിയതിന് ശേഷം ഉച്ചയ്ക്ക് ലഞ്ചെല്ലാം കഴിച്ചതിന് ശേഷം അവിടെ തന്നെ ഇരുന്ന് ലൈബ്രറി എല്ലാം നല്ലവണ്ണം യൂസ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നാലും രാത്രി വരെ ഇരുന്ന് നല്ലവണ്ണം പഠിക്കുമായിരുന്നു. നല്ലവണ്ണം ഹാർഡ് വർക്ക് ചെയ്ത് തന്നെ കിട്ടിയത്. പക്ഷെ ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ അവൾക്ക് CGLൻ്റെ പ്രിലിംസും മെയിൻസും ക്ലിയർ ചെയ്യാൻ പറ്റി. പക്ഷെ അന്ന് ടൈപ്പിംഗ് ആണ് പോയത്. അപ്പം നല്ല പ്രതീക്ഷയായിരുന്നു അന്ന് കിട്ടും, എന്തായാലും എനിക്കൊരു ജോലി ഇതിലൊരു ഏതെങ്കിലും ഒരു പോസ്റ്റ് ഏറ്റവും ഏതായിരുന്നാലും ഒരു പോസ്റ്റ് കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് കിട്ടിയില്ല. അന്ന് എല്ലാവർക്കും വലിയ സങ്കടമായിരുന്നു. പിന്നെയും പഠനം തുടർന്നു, അവിടെ വെച്ച് നിർത്തുകയും ചെയ്തില്ല, തുടർന്നുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഇപ്പം ഇതൊട്ടും പ്രതീക്ഷിച്ചില്ല. ഇതിൻ്റെ പരീക്ഷ കഴിഞ്ഞ് വന്നപ്പോഴേ പറഞ്ഞു ഞാൻ ഒന്നും നോക്കുന്നില്ല, റിസൾട്ട് വരട്ടെ, ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഒന്നും പ്രതീക്ഷിച്ചില്ല ഇതിനെക്കുറിച്ച്. പക്ഷെ റിസൾട്ടൊന്നും കിട്ടി, വളരെ സന്തോഷമായി. കുട്ടികൾക്ക് എന്താണ് അവരുടെ താല്പര്യം, പഠിക്കണ ഒരു ജോലി, അങ്ങനെ സ്വന്തം കാലിൽ നിൽക്കാൻ ഒരു താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല സപ്പോർട്ട് ചെയ്യണം അവർക്ക്. എൻ്റെ കാര്യത്തിലായിരുന്നാലും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പം പറഞ്ഞു ജോലി കിട്ടിയിട്ട് മതി എന്നുള്ളതുകൊണ്ട് ഞങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പറഞ്ഞില്ല. അവർക്ക് ഫുൾ സപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. പഠിക്കുന്നവർക്ക് നമ്മൾ സപ്പോർട്ട് കൊടുക്കണം. ഞാൻ ട്രിവാൻഡ്രം റേസിലെ മോർണിംഗ് ബാച്ചിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു. അപ്പോൾ ഇവിടുന്ന് 6 മണിയാകുമ്പോൾ ബസ്സിൽ കയറി 8 മണിക്കായിരുന്നു ക്ലാസ്. അപ്പം 2 മണിക്കൂർ യാത്രയുണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ 1 o'clock ആകുമ്പോൾ ക്ലാസ് തീരും. അവിടെ ഞാൻ പിന്നെ ലൈബ്രറി യൂസ് ചെയ്ത് പഠിച്ചതിന് ശേഷം ഒരു 4:30 ഒക്കെ ആകുമ്പോൾ തമ്പാനൂരിൽ നിന്ന് ബസ്സിൽ കയറി ഞാൻ വീട്ടിലെത്തുമ്പോൾ ഒരു 7 മണിയൊക്കെ ആവും. വീട്ടിലെത്തിയതിന് ശേഷം ഞാൻ പിന്നെ വീണ്ടും ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ എന്താണോ പഠിപ്പിച്ചത് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അതൊന്നും കൂടി റിവൈസ് ചെയ്ത ശേഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നമ്മുടെ അവിടെ മെൻറ്റേഴ്സ് തന്ന ക്വസ്റ്റ്യൻസ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് ബൈ ഹാർട്ട് നല്ല തറവാക്കാറ്. റേസിൻ്റെ ഒരു ടെക്സ്റ്റ് ബുക്ക്, GKയുടെ ടെക്സ്റ്റ് ബുക്ക് ഭയങ്കരധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്കണോമിക്സ് ആയാലും സയൻസ് സബ്ജക്റ്റ് ആയാലും സ്റ്റാറ്റിക് GK ആയാലും ട്രിവാൻഡ്രം റേസിലെ ടെക്സ്റ്റ് ബുക്കും നന്നായിട്ട് തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി സ്റ്റാറ്റിക് GK ഒക്കെ ഞാൻ നന്നായിട്ട് അത് ഫസ്റ്റ് ഇയർ ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ പിന്നീട് എനിക്ക് തെറ്റിപ്പോയ ക്വസ്റ്റ്യൻസ് ഞാൻ ഈ ടെക്സ്റ്റ് ബുക്കിൽ നോക്കുമ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് എനിക്കത് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു 2025 ജൂലൈയിൽ എനിക്ക് CSIR NISTയിലെ JSA എന്ന് പറയുന്ന ഒരു പോസ്റ്റ് കിട്ടി. ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പോഴാണ് അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ പ്രിലിംസ് മെയിൻസ് എഴുതിയിട്ടുണ്ടായിരുന്നത്. സോ അത് വർക്ക് കഴിഞ്ഞ ശേഷം 5:30 കഴിഞ്ഞ ശേഷം ഞാൻ ഇതിന് വേണ്ടിയിട്ട് പഠിക്കുമായിരുന്നു. എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, അവൾക്ക് പോസ്റ്റൽ അസിസ്റ്റൻ്റ് ആയിട്ട് 2022 തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ ഞാനും അവളുമാണ് ഇങ്ങനെ മരിയ എന്നാണ് പേര്. സോ ഞാനും അവളുമാണ് എപ്പോഴും ഒത്തിരുന്ന് പഠിക്കുന്നതും വീട്ടിൽ വന്നാൽ തന്നെ ഡൗട്ടൊക്കെ ചോദിക്കുന്നതും. അതുപോലെ എൻ്റെ മെൻറ്റർ ജിതേഷ് എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു. സോ ഞങ്ങൾ ക്ലാസ് കഴിഞ്ഞ് ചേട്ടൻ്റെ അടുത്തും ഇങ്ങനെ ഡൗട്ടൊക്കെ ചോദിക്കുമായിരുന്നു. ഞാൻ വീട്ടിലുണ്ടായിരുന്നു. വീട്ടിൽ വളരെ നല്ല എനിക്ക് സന്തോഷമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ മോള് പറയുമായിരുന്നു എത്ര കഷ്ടപ്പെട്ടാലും ടെസ്റ്റ് എഴുതിക്കൊണ്ടിരിക്കും, ജോലി കിട്ടുന്നവരെ എഴുതിക്കൊണ്ടിരിക്കും എന്ന് പറയുമായിരുന്നു. നേരത്തെ തന്നെ ചെറിയൊരു മാർക്കിൻ്റെ വ്യത്യാസത്തിലാണ് നേരത്തെ തന്നെ ജോലി കിട്ടായിരുന്നത്. ഇപ്പോൾ കിട്ടിയപ്പോൾ നല്ല സന്തോഷമുണ്ട്. അതായത് ഞാൻ എൻ്റെ കൂടെ ബാച്ചിൽ കയറിയ ഒരുപാട് കുട്ടികൾ 1 year വർക്ക് ചെയ്തതിന് ശേഷം പിന്നെ വേറെ എക്സാമിലോട്ടും വേറെ കോഴ്സസിലോട്ടും ഒക്കെ ചേർന്ന് പഠിക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവരുടെ അടുത്തൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിലേക്ക് ഇറങ്ങി ഇനി ഇത് കിട്ടിയിട്ടേ ഇവിടുന്ന് പഠിത്തം നിർത്താവും. അതാ നമ്മൾ എക്സാം പ്രിപ്പയർ ചെയ്യാൻ ചിലപ്പം ഡീമോട്ടിവേറ്റ് ആവും, ഈ മാർക്സ് ഒക്കെ കുറയുമ്പോഴും ഒക്കെ ഡീമോട്ടിവേറ്റ് ആവും. പക്ഷെ വീണ്ടും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ഫസ്റ്റ് ഞാൻ മോക്കൊക്കെ ആദ്യം എഴുതുന്ന സമയത്തൊരു 110ൻ്റെ ആ ഒരു ഇതായിരുന്നു. പിന്നീട് കുറച്ചുകൂടി മോക്ക് എഴുതുമ്പോൾ ഒരു 140 ഒക്കെ വരുമായിരുന്നു. പിന്നീട് കുറേ നാൾ 140ൽ തന്നെ മാർക്ക് നിൽക്കും. പിന്നെ കുറച്ചുകൂടി ആകുമ്പോൾ ഒരു 150+ അങ്ങനെ. ഞാൻ എക്സാം കമ്പ്യൂട്ടർ ടഫായിരുന്നു, എഡ്യൂക്കേറ്റഡ് പാറ്റേൺ. സോ അതുകൊണ്ട് എനിക്ക് അത്ര ഹോപ്പ് ഉണ്ടായിരുന്നില്ല. പിന്നെ എന്നോട് എഴുതി എല്ലാവർക്കും ഇത് ടഫാണെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് അറിയില്ലല്ലോ എങ്ങനെയാണ്. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, ഡിമോട്ടിവേറ്റ് ആവും. റിസൾട്ട് വരുമ്പോൾ ചിലപ്പോൾ കിട്ടില്ല, പക്ഷെ അതിൽ തളരാതെ പിറ്റേ ദിവസം വീണ്ടും എണീച്ചിരുന്ന് പഠിക്കുക. രണ്ടാമത്തെ കാര്യം മോക്ക് എഴുതുക. അത് ഡെയിലി എഴുതുക. ഡെയിലി ഒരു ഫിക്സഡ് ടൈം ഫിക്സ് ചെയ്ത ശേഷം എല്ലാ ദിവസവും മോക്ക് എഴുതുക. പക്ഷെ മോക്ക് എഴുതിയാൽ മാത്രം പോലെ അനാലിസിസ് ചെയ്യുക. നമ്മൾ എവിടെയാണ് നമ്മുടെ വീക്ക് പോയിന്റ് എന്നും എവിടെയാണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ് എന്നും കണ്ടെത്തിയിട്ട് വീക്ക് പോയിന്റിനെ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. അത് ഞാനിങ്ങനെ ചെയ്തൊരു കാൽക്കുലേഷൻ എന്ന് പറയുന്നത് വേറൊരു സബ്ജക്റ്റായിട്ട് അതിലൊരു ½ an hour കാൽക്കുലേറ്റ് നമ്മൾ ചെയ്ത് പഠിക്കുക. ബിക്കോസ് കാൽക്കുലേഷൻ നമുക്ക് ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അറിയായിരിക്കും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്, പക്ഷേ ടൈം കിട്ടാത്തത് കൊണ്ട് ഞാൻ ആദ്യമൊക്കെ ഒരുപാട് മിസ്സായി പോയിട്ടുണ്ട് എനിക്ക്. സോ കാൽക്കുലേഷൻ സ്പീഡ് നിങ്ങൾ
ഒരു ദിവസം ഒരു ഹാഫ് ആൻ അവർ എങ്കിലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്ത് പഠിക്കുക. മൾട്ടിപ്ലിക്കേഷൻ അതിൻ്റെയൊക്കെ ഷോർട്ട് കട്ട് എളുപ്പം ചെയ്യാനുള്ള മെത്തേഡ്സും, അതുപോലെ സ്ക്വയർ റൂട്ട്, ക്യൂബ് റൂട്ടൊക്കെ എടുക്കാൻ പെട്ടെന്ന് നമുക്ക് കാണും, അങ്ങനെയുള്ളത്. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ബൈ ഹാർട്ടാക്കി വയ്ക്കുക. അങ്ങനെ അല്ല അവിടുത്തെ അധ്യാപകരുടെ പിന്നെ അതും പിന്നെ നമ്മളെല്ലാத்தைയും പത്രത്തിൽ പരസ്യത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവിടുത്തെ അത് പല ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, അനുഭവം അവിടെ പഠിച്ച പല കുട്ടികളും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിലുള്ള പഠനമാണ്, നല്ല ലൈബ്രറി ഉണ്ട്, നല്ല എല്ലാ പിന്നെ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അവിടെ എന്തായാലും അവിടെ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരക്കിയതിന് ശേഷമാണ് പോയത്. പല സ്ഥാപനങ്ങളിൽ തൊണ്ട് പലരും തിരക്കി എങ്ങനെയാണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ ഇത് നല്ലതാണെന്നുള്ള അഭിപ്രായം കിട്ടിയതിന് ശേഷമാണ് നമ്മളവിടെ പോയത്. പഠനത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയൊന്നും ഇല്ലായിരുന്നു. ആദ്യം മുതലേ ചെറുപ്പം മുതലേ അവള് മിടുക്കി തന്നെയായിരുന്നു. അവള് കൺസിസ്റ്റന്റ് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്തു. അപ്പൊ അവൾക്ക് അതിനുള്ള റിസൾട്ട് കിട്ടി. സന്തോഷം. ആദ്യമായിട്ട് ഒരു ജോലി, അവള് CSIR ഫസ്റ്റ് ഒക്കെ വരുന്നത്. അപ്പം 3 വർഷത്തോളം ഇങ്ങനെ കുറെ എക്സാമുകൾ എഴുതും, എല്ലാം അവസാന നിമിഷം പോവും. അപ്പോൾ വരും, അവസാനം എത്തുമ്പോൾ എന്തെങ്കിലും ഒരു കാരണത്താല് റിസൾട്ടിൽ കാണൂല. അപ്പോൾ ഭയങ്കര കരച്ചിലും സങ്കടമൊക്കെ ആയിരുന്നു. എല്ലാം കഴിഞ്ഞ് പെട്ടെന്നാണ് ആ ഒരു ജോലി കിട്ടുന്നത് നമുക്ക് CSIR. അപ്പൊ അന്ന് എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കര സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു എക്സാമിനെ കുറിച്ച് അവള് ഭയങ്കര CGL റിസൾട്ടിനെ കുറിച്ച് അവള് അധികം ഒന്നും പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. പെട്ടെന്നൊരു ദിവസം വന്നിട്ടാണ് പറഞ്ഞത് എനിക്ക് CGL കിട്ടി, ഇന്നതാണ് പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് വിളിച്ചു പറയാണ് ചെയ്തത് വൈകുന്നേരം. അപ്പം എല്ലാവർക്കും സന്തോഷമായി. എനിക്ക് GK ആയിരുന്നു പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഞാൻ എത്ര പഠിച്ചാലും എനിക്ക് വളരെ കുറച്ച് മാർക്ക് മാത്രമേ എനിക്ക് അതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. സോ GK ആണ് എനിക്ക് പാടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. വീണ്ടും കറണ്ട് അഫയേഴ്സ് ഒക്കെ ഒന്നുകൂടെ വായിക്കുക, വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. കാരണം എനിക്ക് എക്സാം എഴുതുമ്പോൾ എപ്പോഴും ഡൗട്ട് വരാറുണ്ട് ഓപ്ഷൻസിൽ. സോ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുമ്പോൾ ഡൗട്ട് വരാറുണ്ട്. സോ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. GK പഠിച്ചാലും വീണ്ടും വീണ്ടും പഠിക്കുക, എങ്കിലേ നമുക്കത് ഓർമ്മ കിട്ടത്തുള്ളൂ. എനിക്ക് മടി തോന്നില്ല. കാരണം ഞാൻ ഈ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഇറങ്ങുന്നതിന് മുന്നേ ഞാൻ തീരുമാനിച്ചതാണ്. അതായത് ഇതിലേക്ക് വന്നു കഴിഞ്ഞു, ഇനി എനിക്ക് ഇഷ്ടമുള്ള ഒരു പോസ്റ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ ഞാൻ പഠിത്തം നിർത്തുള്ളൂ എന്നൊരു മൈൻഡ് സെറ്റ് എനിക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പാരൻസിനോടാണ് താങ്ക് യു പറയാനുള്ളത്. കാരണം അവരെന്നെ ഫുൾ സപ്പോർട്ട് അവരായിരുന്നു. പിന്നെ രണ്ടാമത് എൻ്റെ റേസിലുള്ള മെൻറ്റേഴ്സിനോടാണ്. കാരണം ഒന്നും അല്ലാത്ത ഞാൻ റേസിലെ സാറന്മാരും മെൻറ്റേഴ്സുമാണ്. അവരുടെ ക്ലാസ് ഒക്കെ കേട്ടിട്ടാണ് ഞാൻ പഠിച്ചത്. സോ റേസ് ട്രിവാൻഡ്രത്തോടാണ് എനിക്ക് രണ്ടാമത് താങ്ക്സ് പറയാനുള്ളത്. പിന്നെ എൻ്റെ ഫ്രണ്ട്സിനോടും ബാക്കി എല്ലാവരോടുമാണ് താങ്ക്സ് പറയാൻ. ഞാൻ മുന്നേയും റേസിലേക്ക് എൻ്റെ അടുത്ത് ഞാൻ പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഒരുപാട് കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്തിട്ടുണ്ട് റേസ് നല്ലതാണ്. നമ്മുടെ ഒരു ഐഡിയ ഇല്ലാതിരുന്ന എനിക്ക് ഒരുപാട് കാര്യങ്ങൾ റേസിൽ വന്നിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. സോ ഞാൻ ഷുവറായിട്ടും റെക്കമെൻഡ് ചെയ്യും.